ശ്രീ ജോസഫ് ആന്റണി, ഇവിടെ ഇപ്പോൾ കേണൽ ഡിന്നി സംസാരിക്കുമ്പോൾ ഒരു ഓണറബിൾ എക്സിറ്റിനുള്ള ഒരു അവസരം അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ ലഭിക്കുന്നില്ല, ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കമില്ല എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ 100 ദിവസത്തെ കാര്യങ്ങളെടുത്താൽ പലപ്പോഴും സമാധാന കരാറിലേക്ക് പോകുമ്പോൾ വലിയ പ്രകോപനം ഉണ്ടാകുന്നു. അത് ഒന്നുകിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കരാറുകൾ നടപ്പാകാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രവുമല്ല, ഈ യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ് ലാരിജാനി ഉൾപ്പെടെയുള്ളവരെ കൊല്ലപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. എല്ലാ വിധത്തിലും വരിഞ്ഞു മുറുക്കുന്നു. സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കണ്ടപ്പോഴാണ് നാവിക ഉപരോധം കൂടി അമേരിക്ക ഏർപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഒരു ഓണറബിൾ എക്സിറ്റ് ഉറപ്പാക്കേണ്ടുന്ന ബാധ്യത ഇറാനെ സംബന്ധിച്ചുണ്ടോ? മാഡം ഒരു മിനിറ്റ് സർ, ഞാനൊന്ന് ജസ്റ്റ് ക്ലാരിഫൈ ആയിട്ട്, ഞാൻ പറഞ്ഞത് അങ്ങനല്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു എന്താ പറഞ്ഞ അവരുടെ സ്ട്രെങ്ത് ആണ്, ഇറാന്റെ സ്ട്രെങ്ത് ആണ് അത് കാണിക്കുന്നത്. അതായത് അവർക്കൊരു കാരണവും ഇല്ല, ഇനി പ്രൊലോങ് ചെയ്താൽ അവർക്കൊരു പ്രശ്നമില്ല എന്നാണ് അത് കാണിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, പറഞ്ഞോളൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതും അത് തന്നെയാണ്. കാരണം ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1979 മുതൽ തന്നെ അമേരിക്കയുടെ ശത്രുതാപരമായ നീക്കങ്ങളുടെ ഫലമായി ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. 79-ൽ നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കൻ ഭരണകൂടത്തോട് അടുത്തു നിന്നിരുന്ന റസാ പഹ്ലവിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഇസ്ലാമിക് റവല്യൂഷൻ അവിടെ ഉണ്ടായതെന്നറിയാം. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ തന്നെ ആ സമയത്തുണ്ടായ എംബസി ക്രൈസിസ് മുതൽ തന്നെ അമേരിക്ക എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളും ഇറാനെതിരായി ഏർപ്പെടുത്തുകയുണ്ടായി. എന്നാൽ നമുക്ക് തൊട്ടടുത്ത വർഷം 1979 അധികാരത്തിൽ വന്ന് 80-ൽ തന്നെ ഇറാഖിനെ ആയുധമണിച്ചുകൊണ്ട്, ഇപ്പോൾ ഈ കേണൽ മഗ്രിഗോർ എന്നൊക്കെ പറയുന്ന ആളുകൾ നിരന്തരം പറയുന്ന കാര്യം, 1980 മുതൽ 88 വരെ ഇറാനെതിരെ ഇറാഖിനെ ആയുധമണിച്ച് ഇറക്കി വിട്ടത് അമേരിക്കയാണ്. അപ്പോൾ 80 മുതൽ 88 വരെ വീണ്ടും യുദ്ധം നടക്കുന്നു. അപ്പോൾ അങ്ങനെ തുടർച്ചയായ ഉപരോധങ്ങളിലൂടെയും സൈനിക നീക്കങ്ങളുടെയും അട്ടിമറി പ്രവർത്തനങ്ങളിലൂടെയും പിന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയും ഇസ്രായേലും വളരെ സംയുക്തമായി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഈ അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അമേരിക്കൻ ഭരണകൂടം ഇഷ്ടപ്പെടാത്ത രാജ്യങ്ങളെ അവരെങ്ങനെയാണ് വളരെ കൃത്യമായ ഈ റെഷിം ചേഞ്ച് വരുത്തുക എന്ന് പറയപ്പെടുന്നുണ്ട്. അവരാദ്യം ചെയ്യുന്നത് ഈ രാജ്യത്തിനെതിരായിട്ടുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് ജനങ്ങൾക്ക് രോഷമുണ്ടാകും. ആ രോഷത്തെ ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലവിധ NGOസും അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അവരെ ഫണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഭരണകൂടത്തിനെതിരായിട്ട് ശക്തമായിട്ട് വരും. അതിനെ വളരെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളിക്കത്തിക്കുക. ഇങ്ങനെ ആളിക്കത്തിപ്പിച്ചുകൊണ്ട് ഈ റെഷിം ചേഞ്ച് നടത്തുക എന്ന് പറയുന്നതാണ് അമേരിക്ക നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി. അതിപ്പം നമ്മുടെ ഈ കളർ റവല്യൂഷൻ എന്നൊക്കെ പറയുന്ന റവല്യൂഷൻ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലും മുല്ലപ്പൂ വിപ്ലവങ്ങളിൽ പോലും ഇത് നമ്മൾ കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമുക്ക് ഈ ജനുവരി മാസം ഇറാനിൽ ഒരു ഭരണവിരുദ്ധമായ സമരം നടന്നു. ആ ഭരണവിരുദ്ധമായ സമരം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കണ്ട കാര്യമാണ്, ഈ ജനങ്ങൾ ഇങ്ങനെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൊസാദിൻ്റെ ആളുകൾ അവരുടെ പേർഷ്യൻ ഭാഷയിൽ തന്നെ ഒരു സന്ദേശം പുറപ്പെടുവിച്ചു. നിങ്ങൾ അതിശക്തമായി സമരവുമായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾ വെറുതെ പുറത്തുനിന്ന് നിങ്ങൾക്കൊരു പിന്തുണ നൽകുകയല്ല, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് പരസ്യമായി ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം മൊസാദ് നടത്തി എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജി. അതായത് ഈ റെഷിം ചേഞ്ച് എന്ന് പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കാത്ത, ഞങ്ങളെ എതിർക്കുന്ന ഭരണാധികാരികൾ എവിടെയെല്ലാം ഉണ്ടോ ആ ഭരണാധികാരികളെ ഇല്ലാതാക്കുക, അട്ടിമറിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ലിബിയയിൽ കണ്ടു, നമ്മൾ സിറിയയിൽ കണ്ടു, അങ്ങനെ രാജ്യങ്ങളിലെല്ലാം നമ്മൾ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് കടന്നു ചെന്നാൽ ഇവിടെയെല്ലാം അമേരിക്കയുടെ ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ് വാസ്തവത്തിൽ ഇറാന് സംഭവിച്ചത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇറാൻ അമേരിക്കയ്ക്കെതിരെ യുദ്ധത്തിന് പോയില്ല, ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോയില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ കാണേണ്ട കാര്യം, ഇത് ഇറാൻ്റെ ഒരു ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ ഈ യുദ്ധം എന്നുള്ളതാണ് വളരെ കൃത്യമായ. അത് അമേരിക്കൻ ഇമ്പീരിയലിസം അതിനോടൊപ്പം നിന്നുള്ളത്. എന്താ ഇറാനെ സംബന്ധിച്ചുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളത്? ഇസ്രായേലിനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ ഗ്രേറ്റർ
ഇസ്രായേൽ എന്ന് പറയുന്ന എറച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതിയാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പദ്ധതി. ആ പ്രിയപ്പെട്ട പദ്ധതി എന്ന് പറഞ്ഞാൽ പലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക, വെസ്റ്റ് ബാങ്ക് കൈവശപ്പെടുത്തുക, പിന്നെ യോർദാൻ്റെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക, ഈജിപ്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൈവശപ്പെടുത്തുക, സിറാൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൈവശപ്പെടുത്തുക. അങ്ങനെ കൈവശപ്പെടുത്തിയിട്ട് ഇതിനെ ഒരു വലിയ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയെ പിന്നെ നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുക സെറ്റ്ലർ കൊളോണിയലിസം എന്നാണ്. അതായത് ഒരു രാജ്യത്ത് പുറത്തുനിന്നൊരു വിഭാഗം കടന്നു വരുന്നു. അങ്ങനെ കടന്നു വരുന്ന വിഭാഗം ആ രാജ്യത്ത് ജീവിക്കാൻ അർഹതയുള്ള ആളുകളെ പോലും, ആദിവാസികൾ, അബോറിജിൻസ് എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെയുള്ള ആളുകളെ വാസ്തവത്തിൽ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചുണ്ട്. നമുക്കറിയാം കാനഡയിൽ സംഭവിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ സംഭവിച്ചിട്ടുണ്ട്, പിന്നെ അമേരിക്ക അങ്ങനെ ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എവിടെല്ലാം ഈ സെറ്റ്ലർ കൊളോണിയലിസം വന്നിട്ടുണ്ടോ ആ പ്രദേശങ്ങളിലെല്ലാം അവിടെ ജീവിച്ചിരുന്ന ആളുകളെ പൂർണ്ണമായും ആട്ടിപ്പായിച്ചുകൊണ്ട്, ഒരാളെ പോലും അവിടെ അവശേഷിപ്പിക്കത്തില്ല, പറ്റുമെങ്കിൽ പൂർണ്ണമായും ആട്ടിപ്പായിച്ചുകൊണ്ട് അവിടെ അതീശത്വം നേടുക എന്ന് പറയുന്ന ഇറാന്റെ പദ്ധതിയുടെ ഫലമാണ് വാസ്തവത്തിൽ യുദ്ധം. അതിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഗാസ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കി കഴിഞ്ഞു. പിന്നെ യോർദാൻ പോലെയുള്ള രാജ്യങ്ങളെ അവർ പരിധി കൊണ്ടുവന്നു. എബ്രഹാം അക്കോർഡിലൂടെ പിന്നെ ബഹ്റൈൻ, UAE പോലുള്ള രാജ്യങ്ങളെ ഇസ്രായേലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. സൗദി അറേബ്യയുമായിട്ട് പോലും അവർക്ക് മെച്ചപ്പെട്ട ബന്ധം, അതായത് അറബ് രാജ്യങ്ങളുമായിട്ട് പോലും മെച്ചപ്പെട്ട ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അവിടെ ഒരേ ഒരു രാജ്യം, ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് ഇതിന് വിലങ്ങതടിയായി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പശ്ചിമേഷ്യയിൽ അവരുടെ ഒരു അധീശത്വം, ഇസ്രായേലിൻ്റെ അധീശത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറാനാണ് എതിര്. ആ ഇറാനെ കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ പശ്ചിമേഷ്യയിൽ സാധിക്കാൻ കഴിയും എന്ന ഒരു താല്പര്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിവിടെ ആക്രമണം നടത്തിയത്. പക്ഷേ ഇവിടെ അവർ മനസ്സിലാക്കാതെ പോയ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം വിയറ്റ്നാം അല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇറാഖല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം സിറിയ പോലുമല്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഭൂമിശാസ്ത്രം, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അമേരിക്കയും ഇസ്രായേലും ഒരു സൈനിക യുദ്ധം ആരംഭിച്ചു, ഇറാൻ അതിനെ ഒരു സാമ്പത്തിക യുദ്ധമാക്കി മാറ്റി. അപ്പോൾ നമ്മൾ പറയും ഒരു ടാക്ടിക്കൽ വിക്ടറി അവർ നേടിയെങ്കിൽ സ്ട്രാറ്റജിക് ഡിഫീറ്റാണ്. കേണൽ ഡിന്നിക്കൊക്കെ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ഡിഫീറ്റ് അവർക്കുണ്ടായി. ആ ഡിഫീറ്റിൽ നിന്നും എങ്ങനെ പുറത്ത് കിടക്കാമെന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ്, ഈ ഒരു ട്രാപ്പിലായിപ്പോയി, ആ ഒരു എസ്കലേഷൻ ട്രാപ്പിൽ ചെന്ന് പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഒരു അസിമെട്രിക് ബാർഗെയിനിങ് ഇവിടെ നടക്കുകയാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇനി ഒന്നും ഈ ഭൂമിയുടെ മുകളിൽ നല്ലതായിട്ട് ഒന്നും ഇല്ല ഇറാനിൽ. അത്രത്തോളം സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹികമായും നമ്മളിത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അവിടെ അതിശക്തമായ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ഈ വികാരം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ സുരക്ഷയുടെ പ്രശ്നമുണ്ട്, ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്, കറൻസിയുടെ പ്രശ്നമുണ്ട്. ഈ തരത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അവിടുത്തെ ഭരണാധികാരികളെ കൊന്നൊടുക്കിയതിലൂടെ, ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ ആക്രമിച്ചതിലൂടെ എങ്ങനെ ഒരു രാജ്യം യുദ്ധം ആരംഭിക്കരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയിട്ടാണ് വാസ്തവത്തിൽ ആ യുദ്ധം. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ജനങ്ങളെല്ലാം ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ഭരണകൂടത്തിനെതിരായി നിൽക്കാതെ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നതായി മാറി. അങ്ങനെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.